peace be upon you. You are watching video from YaQeen Institute for Youth Conversation. For more, please stay tuned. ഹായ്, അസ്സാം വലൈക്കും വറഹമത്തുള്ള. പ്രിയ സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ B.A Arabic ഫോർത്ത് സെമ്മിലെ മെത്തഡോളജി ഓഫ് അറബിക് നമ്മൾ ഇന്ന് ഒരു പാർട്ട് കൂടി ചെയ്യുകയാണ്. പാർട്ട് 6 ആണ്. പാഠപുസ്തകം ക്രമാനുഗതമായി വായിക്കുന്നതിന് പകരം പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെ കടന്നു പോകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അധികം സമയം കളയാതെ വീഡിയോയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. ഒന്ന് ഖസായിസ് العربية, ഖത്ത് العربية, ഹറൂഫ് الهجاء, علامات الترقيم. ഇത്രയും വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യുന്നത്. ഒന്നാമതായി ഖസായിസ് العربية എന്താണെന്ന് നോക്കാം. അഥവാ അറബ് ഭാഷയ്ക്ക് മാത്രമായുള്ള ചില സ്പെഷ്യാലിറ്റീസ്. തീർച്ചയായും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ഓരോന്നോരോന്നായി നോക്കുമ്പോൾ വുജൂദുൽ അസ്വാത്തി മിസ്ല ഗൈൻ, ഖ, സ, ദാൽ തുടങ്ങിയ അക്ഷരങ്ങളുടെ പ്രസൻസ് അറബി ഭാഷയുടെ പ്രത്യേകതയാണ്. മറ്റ് ഭാഷകളിലൊന്നും ഇത്തരം അക്ഷരങ്ങൾ നമുക്ക് കാണാൻ സാധ്യമല്ല. രണ്ടാമത് അലാമാത്തുൽ ഇഅ്റാബ്. ഒരുപക്ഷെ പരീക്ഷയിൽ ഏറ്റവും മുന്തിയ അറബിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ഇഅ്റാബാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇങ്ങനൊരു ഫീച്ചർ മറ്റൊരു ഭാഷയിലുമില്ല. ഒരുപക്ഷെ അറബിയിലില്ലാത്ത പദങ്ങൾ മറ്റു ഭാഷയിലുണ്ടാവാം, അറബിയിലുള്ളത് തന്നെ ചില അക്ഷരങ്ങൾ ചിലതിലുണ്ട് ഇല്ല എന്നൊക്കെ വരാം, തിരിച്ചുമൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇഅ്റാബ് എന്നത് ലോകത്തൊരു ഭാഷയിലും ഒരുപക്ഷെ കണ്ടെന്ന് വരില്ല. ഇഅ്റാബ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഓരോ പദങ്ങളുടെയും അവസാന അക്ഷരത്തിൻ്റെ ഹാലിനാണ്, കണ്ടീഷനാണ്, അവസ്ഥയ്ക്കാണ് ഇഅ്റാബ് എന്ന് പറയുന്നത്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തേത് അസ്സീഖുൽ ഇഷ്തിഖാഖിയ്യ, അഥവാ ഒരു പദത്തിൽ നിന്ന് തന്നെ ധാരാളം പദങ്ങൾ രൂപപ്പെടുത്താൻ കഴിയും എന്നത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ഉദാഹരണത്തിന് അലിമ എന്നൊരു പദം പഠിച്ചാൽ അതിൽ നിന്ന് നമുക്ക് താലീം എന്നും ആലിമെന്നും അല്ലാമെന്നും മുഅല്ലിമെന്നും ഇങ്ങനെ നിരവധി പദങ്ങൾ രൂപപ്പെടുത്താൻ കഴിയും. ഇങ്ങനെയുള്ള ഒരു സവിശേഷത അറബ് ഭാഷയ്ക്ക് പ്രത്യേകമായിട്ടുള്ളതാണ്. മറ്റു ഭാഷയിലൊക്കെ ചിലപ്പോൾ കണ്ടെന്നു വരും. അടുത്തത് സർവത്തുൽ അൽഫാദുൽ വഹ്മ, ധാരാളം പദസമ്പത്തുകൾ കൊണ്ട് സമ്പന്നമാണ് അറബ് ഭാഷ. ഈ ഭാഷയുടെ വൊക്കാബുലറി സ്റ്റോറേജ് വളരെ വലുതാണ് എന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അഞ്ചാമത്തേത് കസ്റത്തുൽ മസാദിർ വൽ ജുമൂ, നിരവധി മസ്ദറുകളും ജംഅകളും ഒരേ പദത്തിന് തന്നെ ഉണ്ടാക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഖറഅ എന്ന പദത്തിൻ്റെ നോർമലായിട്ടുള്ള മസ്ദർ ഖർ എന്നതാണ്. ഖിറാഅത്ത് എന്നതും അതിൻ്റെ മസ്ദറാണ്. ഖുർആൻ എന്നും ഖറഅയുടെ മസ്ദറായിട്ട് പറയാം. അങ്ങനെ നിരവധി മസ്ദറുകൾ ഒരു പദത്തിന് തന്നെ കാണാൻ കഴിയും. അതുപോലെ ധാരാളം ജംഅകളും ഉണ്ട്. ഉദാഹരണത്തിന് ഐൻ എന്ന പദം, അതിന് ഒയൂൻ എന്നും അയുൻ എന്നും അയാൻ എന്നും ഒക്കെ ധാരാളം പ്ലൂരൽ ഫോമുകൾ ഉണ്ടാക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെയാണ് അറബ് ഭാഷയുടെ വൊക്കാബുലറി സ്റ്റോറേജ് കൂടുന്നത്. ആറാമത്തേത് അൽ ഈജാസ്. ഇതിനൊരു അസാധാരണത്വമുണ്ട്. കഫായത്തുഹാ ലി തഅദിയത്തിൽ മഅനൽ മുഫീദ് ഹത്താ ബിൽ ഹർഫ് മിസ്ല ഖൈ ലി എന്നൊക്കെ പറയുന്നത് പോലെ ഒരൊറ്റ അക്ഷരം കൊണ്ടുപോലും ഒരു ആശയത്തെ കുറിക്കാനും സൂചിപ്പിക്കാനും സാധിക്കുമെന്ന് പറയുന്ന ഒരു അസാമാന്യമായ, അസാധാരണമായ ഒരു ശേഷി അറബ് ഭാഷയ്ക്ക് ഉണ്ട്. വക്കാ യഖി എന്ന പദത്തിൻ്റെ അമ്രാണ് ഖൈ എന്ന് പറയുന്നത്. അത് ഒരു അമ്രാകുമ്പോൾ അതിൻ്റെ ഒരു കൽപ്പനാ സ്വഭാവം, ഒരർത്ഥം, ഒരാശയം അതിൽ നിന്നും പ്രസരിക്കുമല്ലോ. ഇത് അറബ് ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന് സീഗത്തുൽ മുഷാറക മിസ്ല തഖാത്തല വ തആവന. ചില പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഈച്ച് അതർ എന്നൊരർത്ഥം വരും. ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ ദേ ബോത്ത് ഫൈറ്റ് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടി എന്നർത്ഥം. അവിടെ പക്ഷെ നമ്മൾ 4-5 പദങ്ങൾ ഉപയോഗിച്ചു. എന്നാൽ അറബിയിൽ തഖാത്തല എന്ന ഒറ്റ പദം പറയുമ്പോൾ തന്നെ അതിനകത്ത് പരസ്പരം ഏറ്റുമുട്ടി എന്നൊരർത്ഥമുണ്ട്. താവന എന്ന് പറയുമ്പോൾ പരസ്പരം സഹായിച്ചു എന്ന അർത്ഥമുണ്ട്. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ എന്ന് പറയുമ്പോൾ ഒരാൾ മറ്റേയാളെ മാത്രമല്ല, അയാൾ തിരിച്ചുമൊക്കെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊരർത്ഥം ഈ പദത്തിനകത്ത് തന്നെ ഇൻക്ലൂഡായി കിടക്കുന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫീച്ചറാണ്. മറ്റൊന്ന് കസ്റത്തുൽ മുതറാദിഫാത്ത്, മസലൻ ലിൽ ജമലി സബഉമിയ മുതറാദിഫാത്തിൻ തഖരീബൻ. ഒരു വസ്തുവിനെ കുറിക്കാൻ ധാരാളം പര്യായ പദങ്ങൾ ഉണ്ടാകും എന്നതും അറബ് ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ഉദാഹരണത്തിന് ഒട്ടകത്തെ സൂചിപ്പിക്കാൻ 700-ലധികം പദങ്ങൾ അറബിയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതെങ്ങനെയാണ്? അത് 1 വയസ്സുള്ളത്, 2 വയസ്സ്, 3 വയസ്സ്, വെളുത്തത്, കറുത്തത്, ചുമന്നത്, നീളം കൂടിയത്, തടി കൂടിയത്, വയസ്സായത്, പാല് ചുരത്തുന്നത്, പ്രസവിച്ചത്, പ്രസവിക്കാത്തത്,
മുടന്തുള്ളത്, കളറുള്ളത്, ഇങ്ങനെ ഓരോ ടൈപ്പ് ഇനങ്ങൾക്കും ഓരോരോ പേരുകൾ അറബിയിലുണ്ട്. അങ്ങനെ മൊത്തം ഒട്ടകം എന്ന വർഗത്തെ സൂചിപ്പിക്കാൻ 700-ലധികം പദങ്ങൾ. ഒന്നാലോചിച്ച് നോക്കൂ, അത്രയധികം മുത്രാദിഫുകൾ കൊണ്ട് സമ്പന്നമാണ് അറബ് ഭാഷ. അടുത്തത് വുജൂദുൽ മലാദ് അൽ മുനാസിബിൽ അൽഫാദ്. ഓരോ പദങ്ങൾക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള വിപരീത പദങ്ങൾ, ആന്റണിംസ് ഉണ്ടാകും. മറ്റൊന്ന് കസ്റത്തുൽ മആനി ലി ലഫ്ലിൻ വാഹിദ് മസലൻ അൽ ഐൻ യദുല്ലു അല 35 മഅന. അതായത് ഒരു പദത്തിന് നാനാർത്ഥങ്ങൾ ഉണ്ടാകും. ഐൻ എന്ന പദം സാധാരണഗതിയിൽ കണ്ണ് എന്നതിനാണ് സൂചിപ്പിക്കുന്നത്, അതല്ലെങ്കിൽ അരുവിയെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അതിന് 35ഓളം അർത്ഥങ്ങൾ വേറെയുണ്ട്. ലൊറബ എന്ന പദം അടിച്ചു എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കാറ്. പക്ഷെ അതിനും 38ഓളം അർത്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് മാത്രമല്ല, അതിൽ 17ാമത്തെ അർത്ഥമെങ്ങാനമാണ് അടിച്ചു എന്നുള്ളത്. അപ്പോൾ ഒരു പദത്തിന് ധാരാളം നാനാർത്ഥങ്ങൾ ഉണ്ടാകും എന്നത് അറബ് ഭാഷയുടെ മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ കാണാൻ കഴിയുന്നത് അൽ ഖിറാഅത്തു വൽ കിതാബത്തു മിനൽ യമീൻ ഇലൽ യസാർ. റൈറ്റ് ടു ലെഫ്റ്റ് എഴുതുന്ന ഒരു ഭാഷയാണ് അറബ്. അറബ് ഭാഷയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയല്ല കേട്ടോ അത്. എൻ്റെ ചെറിയൊരു അന്വേഷണത്തിൽ 8ഓളം ഭാഷകൾ റൈറ്റ് ടു ലെഫ്റ്റ് എഴുതുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അറബിക്കിന് പുറമെ അറാമിക്, അസേറി, ദലിവറി, ഹീബ്രു, കുർദിഷ്, പേർഷ്യൻ, ഉറുദു എന്നിങ്ങനെ പല ഭാഷകളും റൈറ്റ് ടു ലെഫ്റ്റ് തന്നെയാണ്. പക്ഷെ അത് അറബിക്കുണ്ട് എന്നതുകൊണ്ട് ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നു. 12ാമത്തേത് വുജൂദുൽ ഹറൂഫുൽ മക്തൂബ ഗൈറുൽ മൻഖൂത വ അക്സ. അതായത് ചില പദങ്ങളിൽ അക്ഷരങ്ങൾ എഴുതും, പക്ഷേ അത് വായിക്കത്തില്ല. മറ്റു ചിലതിൽ എഴുതില്ല, പക്ഷെ വായിച്ചെന്നിരിക്കും. ഉദാഹരണത്തിന് അക്തുബുർ റിസാല എന്നെഴുതുമ്പോൾ ആ റിസാലയുടെ ഇടയിൽ ഒരു അലിഫ് എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് നമ്മൾ വായിക്കുന്നില്ല. ചില അക്ഷരങ്ങൾ റമ, റാ, മീമ്, യാ ആണ് എഴുതുന്നത്, പക്ഷെ വായിക്കുന്നത് അലിഫ് പോലെയാണ്. അപ്പോൾ എഴുതാത്തത് വായിക്കുകയും എഴുതിയത് വായിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി അപൂർവമായിട്ടാണെങ്കിലും അറബിയിൽ കാണാം. 13ാമത്തേത് അൽ ഖുദ്റത്തു അല തൗലീദി വ തഅരീബ്. പെട്ടെന്ന് അറബ് വൽക്കരിക്കാനും അതുപോലെ തന്നെ അറബിയിൽ നിന്ന് മറ്റു ഭാഷയിലേക്ക് കൊണ്ടുപോകാനും ഒക്കെയുള്ള പദങ്ങളുടെ ശേഷി എടുത്തു പറയേണ്ടതാണ്. ധാരാളം അറബി പദങ്ങൾ മലയാളത്തിൽ വരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനാണ് തൗലീദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ധാരാളം ഇതര ഭാഷകളിലെ പദങ്ങൾ അറബിയിലും ഉപയോഗിക്കുന്നുണ്ടതാണ് തഅരീബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേറെ വിശേഷണങ്ങളും ഫീച്ചേഴ്സും ഉള്ള ഒരു ഭാഷയാണ് അറബി എന്നത് ഇത് ബുള്ളറ്റ് പോയിന്റ് പോലെ തന്നെ പഠിച്ചു വെക്കുന്നത് ഉപകാരപ്പെടും. അടുത്തത് നമ്മൾ ഖത്തുൽ അൽ അറബിയ, അറബ് ഭാഷയുടെ ഫോണ്ടുകളെ കുറിച്ച് പറയാം. എഴുത്തും സ്ക്രിപ്റ്റും പ്രാധാന്യമുള്ള ഭാഷകൾക്ക് വ്യത്യസ്തമായ ഫോണ്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അറബ് ഭാഷയിൽ ധാരാളമുണ്ട്. ചുമ്മാ ഒന്ന് പരിചയപ്പെട്ട് മുന്നോട്ട് പോവാം. ഒന്നാമത്തത് ഖത്തു സുലുസിയാണ്. അത് ഈ രൂപത്തിലാണ് എഴുതുന്നത്. 2 ഖത്തുൽ ഫാരിസി, 3 ഖത്തുർ റുക്ക, 4 ഖത്തു ദീവാനി, 5 ഖത്തു നസ്ഖ്, 6 ഖത്തുൽ അന്ദുലുസി, 7 ഖത്തുൽ ഫന്നായി. ഇതൊക്കെ എന്താണ്, ഇതിനൊക്കെ എങ്ങനെയാണ് വേർതിരിയുന്നത്, ഇതിൻ്റെ ഡിഫറൻഷിയേറ്റ്സ് എന്തൊക്കെയാണ് എന്നൊന്നും വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അടുത്തത് നമ്മൾ പരിശോധിക്കുന്ന ടോപ്പിക്ക് ഹറൂഫുൽ ഹജാ. ഒട്ടും പ്രാധാന്യമില്ലാത്തൊരു വിഷയമാണ്, പക്ഷെ പുസ്തകത്തിലുള്ളത് കൊണ്ട് മാത്രം പരിഗണിച്ചു എന്ന് മാത്രം. അറബ് ഭാഷയിലെ അക്ഷരങ്ങൾക്ക് ആൽഫബറ്റ്സിനാണ് നമ്മൾ പൊതുവെ ഹറൂഫുൽ ഹജാ എന്ന് പറയുന്നത്. ഇത് സമാനിയ വ ഇഷ്റൂൻ 28 എന്നാണ് പൊതുവെ എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനെ 29 ഉണ്ട്. തിസും വ ഇഷ്റൂൻ എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്, ഖലീലിനൊക്കെ പോലുള്ളവർ. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ അലിഫ് മുതൽ യാ വരെ എണ്ണുമ്പോഴാണ് 28. എന്നാൽ ഖലീലിനെ പോലുള്ള ആളുകൾ പറയുന്നത് അലിഫിനകത്ത് ഹംസയെ ഉൾക്കൊള്ളിക്കാതെ വേറെ തന്നെ പറയണം. അപ്പോൾ ഹംസയെയും അലിഫിനെയും ഡിഫറൻ്റ് ആയിട്ട് പറയുമ്പോഴാണ് 29 ഉണ്ടാവുക. പക്ഷേ ഇത് ഒന്നിച്ച് പറയേണ്ടതാണെന്ന് ജുംഹൂർ നിലപാടെടുത്തുകൊണ്ട് പൊതുവെ 28 എന്നും അഭിപ്രായമുണ്ട്. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം. അൽ ഹംസ വ അൻവാവുഹ. നമ്മളിപ്പോൾ ഹംസയെക്കുറിച്ച് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഹംസയെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 2 ടൈപ്പായിട്ടാണ് ഹംസ നമുക്ക് കാണാൻ കഴിയുക. ഒന്ന് ഹംസത്തുൽ വസ്ൽ, 2 ഹംസത്തുൽ ഖത്അ. ഹംസ അൽ വസ്ൽ എന്ന് പറയുന്നത് അലിഫുൻ സായിദ, ഒരു എക്സ്ട്രാ വരുന്ന സായിദയായി വരുന്ന ഒരു അലിഫാണ്. യുസ്ബത്തു നത്ഖുഹ ഇൻദൽ ഇബ്തിദാഇ ബിഹ. ഈ അലിഫ് കൊണ്ടാണ് ഒരു പദം തുടങ്ങുന്നതെങ്കിൽ അപ്പോൾ നമ്മളത് ഉച്ചാരണത്തിൽ കൊണ്ടുവരും. വയുസ്കത്തു ഇൻദ വസ്ലിൽ കലിമത്തി ബിമാ ഖബ്ലഹു. അതായത് വേറൊരു പദം ഇതിന് മുന്നിൽ വരികയാണെങ്കിൽ, അഥവാ 2 പദങ്ങളുടെ ഇടയിലായിട്ടാണ് ഹംസ വരുന്നതെങ്കിൽ ഉച്ചരിക്കുകയുമില്ല. ഉദാഹരണത്തിന് ഇവിടെ തന്നെ ഹംസത്തുൽ വസ്ൽ എന്ന് വായിച്ചപ്പോൾ
ഹംസയുടെയും വസ്ലിൻ്റെയും ഇടയിൽ ഒരു അലിഫുണ്ട്. അത് നമ്മൾ ഉച്ചാരണത്തിൽ കൊണ്ടുവന്നിട്ടില്ല. കാരണം എന്താ, രണ്ട് പദങ്ങളുടെ ഇടയിലാണത് വന്നത്. അതേസമയം ഞാൻ തുടങ്ങുന്നത് തന്നെ അൽ വസ്ൽ എന്ന പദം കൊണ്ടാണെങ്കിൽ അവിടെ അലിഫ് ഉച്ചരിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ തുടക്കത്തിൽ വരുമ്പോൾ ഉച്ചരിക്കുകയും മറ്റ് പദങ്ങളുടെ ഇടയിൽ വരുമ്പോൾ ഉച്ചാരണം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അലിഫുകൾക്കാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നത്. രണ്ടാമത്തൊരു ടൈപ്പ് ഹംസത്തുൽ ഖത്അ ആണ്. ഇത് മുതഹരിക്കത്തുൻ തുസ്ബത്തു ഫി ഇബ്തിദാഇൽ കലാമി വവസ്ലിഹി. ഇത്തരം ഹംസകൾ ഹർക്കത്തുള്ളവയാണ്. ഫതഹോ കസറോ ലമ്മോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹർക്കത്ത് ഇതിന് വഹിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, ഇത് തുടക്കത്തിലാണെങ്കിലും മറ്റ് പദങ്ങളുടെ ഇടയിലാണെങ്കിലും ഒക്കെ ഉച്ചരിക്കപ്പെടുകയും ചെയ്യും. ഉദാഹരണത്തിന് അർള് എന്ന് പറയുന്ന പദത്തിലെ അലിഫ് തുടക്കത്തിൽ കാണുന്നത് അത് ഹംസത്തുൽ ഖത്അ ആണ്. അതിന് മുമ്പോ ശേഷമോ എവിടെ വന്നാലും അർള് അർള് എന്ന് തന്നെ വായിക്കണം. മുമ്പ് ഏത് പദം വന്നു എന്ന് കരുതിയിട്ട് അർള് സൈലൻ്റ് ആക്കപ്പെടുകയില്ല. ഇത്രയൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്ത ഒരു ഭാഗത്തേക്ക് നമുക്ക് പോകാം. അത് അലാമാത്തു തർക്കീം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അഥവാ ഒരുപാട് സിമ്പലുകൾ അറബ് ഭാഷയിൽ എല്ലാ ഭാഷയിലും ഉണ്ട്, അറബ് ഭാഷയിലും എന്ന പോലെ. ഹിയ തുർഷദുന്നാസ് ഇലൽ ഖിറാഅത്തി സ്വഹീഹ വൽ കിതാബ അസ്സലീമ. ജനങ്ങളെ ശരിയായ രീതിയിൽ എഴുതാനും വായിക്കാനും സഹായിക്കുന്ന അടയാളങ്ങൾക്കാണ്, സിമ്പലുകൾക്കാണ് അലാമാത്തു തർക്കീം എന്ന് പറയുന്നത്. ഒരു 10-ലധികം അലാമാത്തുകളുണ്ട്. ഓരോന്നോരോന്നായി പറയാം. ഒന്ന് അൽ ഫാസില അഥവാ നമ്മൾ കോമ എന്ന് പറയുന്നതാണ്. കോമയുടെ ചിഹ്നം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാവുൻ സഗീറത്തുൻ മക്ലൂബത്തുൻ. സാധാരണ എഴുതുന്ന വാവുണ്ടല്ലോ, അതിനെ ചെറുതാക്കി തലതിരിച്ചിട്ടാൽ കോമയുടെ സിമ്പലായി മാറും. വതൂലൗ ബൈന അജ്സാഇൽ കലാമി ലിൽ ഇഷാറത്തി ഇലാ അന്നഹു ബി ഇംകാനിൽ കാരിയെ അൻ യഖ്ത അൽ കലാം ഫി ഹാദൽ മൗളി. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് പദങ്ങളുടെ ഇടയിലാണ്. ഇത് വന്നു കഴിഞ്ഞാൽ കാരിന് ഒരു കാര്യം ബോധ്യപ്പെടും, ഇതാ ഇവിടെ നിർത്താം വായന എന്ന് മനസ്സിലാവും. എന്നിട്ട് അടുത്ത കൂട്ടി വായിക്കുകയും വേണം. സുമ്മ യസ്തഅനിഫു ബഅദ ദാലിക്കൽ ഖിറ. പക്ഷേ അവിടെ നിർത്തി എഴുന്നേറ്റ് പോകരുത്, അതിനുശേഷം വായിക്കണം. പക്ഷെ കോമ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒന്ന് ശ്വാസം വിടാൻ നിർത്താം. ഉദാഹരണത്തിന് അൽ മുഅ്മിനൂന സലാസ വാഹിദുൻ മഷ്ഗൂലുൻ ബി ആഖിറതിഹി വ ആഖർ മഷ്ഗൂലുൻ ബി ദുനിയ വ സാലിസ് ജമഅ ബൈന ദുനിയ വൽ ആഖിറ. മുഅ്മിനികൾ 3 ടൈപ്പാണ്. ചില ആളുകൾ ആഖിറത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്, മറ്റു ചിലർ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. മൂന്നാമത്തെ ഒരു കൂട്ടർ രണ്ടിനെയും ഒരുപോലെ സങ്കലനം ചെയ്ത് പ്രാധാന്യത്തോടെ കാണുന്നവരാണ്. ഇവിടെ വായിക്കുമ്പോൾ വാഹിദുൻ മഷ്ഗൂലുൻ ബി ആഖിറതിഹി, അവിടെ ഒന്ന് ചെറുതായിട്ട് സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ ശ്വാസം വിട്ടിട്ട് അടുത്ത വായിച്ചാൽ മതി എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കോമ ഇടുന്നത്. രണ്ടാമത്തേത് അൽഫാസില അൽ മങ്കൂത്ത അഥവാ സെമി കോളൺ എന്ന് പറയും. ഇതിൻ്റെ രൂപം സ്ക്രീനിൽ കാണാം. വാവുൻ സഗീറത്തുൻ മക്ലൂബത്തുൻ വ തഹ്തഹ നുഖ്ത. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു വാവ് തലയിരിച്ചിട്ടിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഒരു ഡോട്ട് കൂടി ഇടണം. വതകൂനു വഖഫത്തുൽ കാര്യ ഇന്ദമാ അത്തുവല മിനൽ ഫാസുല. ഇതാകുമ്പോൾ വായനക്കാരന് കോമയിൽ നിർത്തിയതിനേക്കാളും കുറച്ചുകൂടെ ദീർഘമായി നിർത്താൻ സാധ്യമാകും. മസൽ ഇന്നൻ നാസ ലാ യൻളുറൂന ഇല സമനില്ലദീ അൻഹാ ഫീഹിൽ അമൽ ഇന്നമാ യൻളുറൂന ഇലാ മിഖ്താരി ജൂദതിഹി. മനുഷ്യന്മാർ ഒരു വർക്ക് പൂർത്തിയായ സമയത്തെയല്ല പരിഗണിക്കുന്നത്, മറിച്ച് അതിൻ്റെ പെർഫെക്ഷനെയാണ്. കുറേ സമയം എടുത്തിട്ട് ചെയ്തതാണെന്നോ വളരെ വേഗത്തിൽ തീർന്നതാണെന്നോ പരിഗണിക്കുന്നതിനോ അപ്പുറത്ത് നമ്മൾ നോക്കുന്നത് എന്താണ്, അത് പെർഫെക്റ്റ് ആയിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ഇവിടെ അൻഹാ ഫീഹിൽ അമൽ എന്നിടത്ത് കുറച്ചുകൂടെ സാവകാശം എടുത്താൽ തെറ്റില്ല എന്ന് സൂചിപ്പിക്കാനാണ് സെമി കോളൻ ഇടുന്നത്. മൂന്നാമത്തത് അന്നുക്ത അഥവാ ഫുൾ സ്റ്റോപ്പ്, ഡോട്ട് എന്ന് പറയാം. തൂല ഉന്നുക്ത ആദത്തൻ ഫി ആഖിരിൽ ഫിക്ര. ഒരു പാരഗ്രാഫിൻ്റെ ഒടുക്കത്തിലാണ് സാധാരണഗതിയിൽ നുക്ത ഇടാറുള്ളത്. അല്ലെങ്കിൽ ഔ മക്തഇൻ ഫി നിഹായത്തിൽ ബഹസി ഔൽ മൗലൂഇൽ മക്തൂബ്. എഴുതപ്പെടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിൻ്റെയൊക്കെ ഒടുക്കത്തിലാണ് സാധാരണഗതിയിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി വേഗത്തിൽ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇതിങ്ങനെ ഡീറ്റെയിലിംഗ് ചെയ്യേണ്ടതില്ലെന്ന് എനിക്ക് തോന്നുകയാണ്. നുക്ത താനി അഥവാ കോളൻ, നേരത്തെ പറഞ്ഞ നുക്ത എന്ന് പറയുമ്പോൾ ഒരു ഡോട്ടാണ്. നുക്ത താനി എന്ന് പറയുമ്പോൾ 2 ഡോട്ടുകളാണ്. അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് കോളൻ എന്നാണ്, ഒന്നിന് മേലെ ഒന്നായിട്ട്. തുസ്താമലു ഫിൽ കിതാബത്തി ലി തമീസി മാ ബഅദഹ അമ്മാ ഖബ്ലഹ. ഇതിന് മുമ്പും ഇതിന് ശേഷവുമുള്ള 2 കാര്യങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ കോളൻ ഇടുക. അപ്പോൾ മസൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോളൻ ഇടുന്നുണ്ട്. കാരണം അത് വേറൊരു സാധനമാണ്, ഇനി പറയാൻ പോകുന്നത് വേറൊരു സംഗതിയാണെന്നുള്ള നിലക്ക്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലിൻ്റെ പേരും കാര്യങ്ങളും പറഞ്ഞു. അതിനെയും ഇനി പറയാൻ പോകുന്ന മത്തിനെയും വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അടിയിൽ കോളൻ ഇട്ടിരിക്കുന്നത്. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ.
അൽ വാസുല അഥവാ ഹൈഫൺ എന്ന് പറയും. അതിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാം. ഖത്തുൻ അഫ്ക സഗീർ, വളരെ ചെറിയ നേർന്ന ഒരു വരയാണ് ഹൈഫൺ എന്ന് പറയുന്നത്. അതുപോലെ അൽ വാസുലത്താനി 2 ഹൈഫൺ അല്ലേ, അപ്പോൾ അത് നമ്മൾ ഈക്വൽ ടു എന്നാണ് പറയുന്നത്, നമ്മൾ സമം എന്ന് പറയുന്നത്. ഖത്താനി അഫ്കയാനി കസീറാൻ. പിന്നെ വരുന്നത് അലാമാത്തു തഅസുർ അല്ലെങ്കിൽ അലാമാത്തു തഅജ്ജുബ് എന്ന് പറയും. എക്സ്ക്ലമേഷൻ മാർക്ക്, അത്ഭുതമൊക്കെ സൂചിപ്പിക്കാനാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഖത്തുൻ സഗീറുൻ അമൂദിയുൻ തഹ്തഹു നുക്ത, കുത്തനെ നിർത്തിയിട്ടുള്ള ഒരു വരയാണ്, അതിൻ്റെ താഴെ ഒരു ഡോട്ടും. അടുത്ത വരുന്ന അലാമാത്തുൽ ഇസ്തിഫാമി തഅജ്ജുബി അവൽ ഇൻകാരി, ഇസ്തിഫാമും തഅജ്ജുബും ഒന്നിച്ച് വരുന്നത്, അഥവാ എക്സ്ക്ലമേറ്ററി ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയും. രണ്ടും ഒന്നിച്ചുണ്ടാവും. ഒരു അത്ഭുതത്തെ, അത്ഭുതകരമായ ഒരു ചോദ്യത്തെയൊക്കെ സൂചിപ്പിക്കാൻ, ഉത്തരം പ്രതീക്ഷിച്ചിട്ടല്ലാത്ത ചോദ്യങ്ങൾക്ക് ഒക്കെയാണ് ഇത്തരം മാർക്കുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന അലാമാത്തുൽ ഹദ്ഫ് അഥവാ എല്ലിപ്സിസ് എന്ന് പറയാം. 3 ഡോട്ടുകൾ ഒന്നിച്ചിടുന്ന ഒരു രീതിയാണത്. വളരെ ചുരുങ്ങിയ സന്ദർഭങ്ങളിൽ മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ. 10ാമത്തേത് അലാമാത്തു തൻസ്വീസ് അഥവാ കൊട്ടേഷൻ മാർക്ക്. അറിയാലോ, ഒരാളുടെ വാക്യത്തെ അതുപോലെ ഉദ്ധരിക്കുമ്പോൾ ഉദ്ധരണികൾക്കൊക്കെയാണ് കൊട്ടേഷൻ മാർക്ക് കൊടുക്കാറുള്ളത്. പിന്നെ വരുന്നത് ബ്രാക്കറ്റ്സ് ആണ്. അലാമാത്തുൽ കൗസൈൻ, 2 തരത്തിലുള്ള ബ്രാക്കറ്റുകളുണ്ട്. നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം റൗണ്ടർ ഷേപ്പിലുള്ള ബ്രാക്കറ്റുകളുണ്ട്. അതുപോലെ തന്നെ അലാമാത്തുൽ കൗസൈനിൽ മറക്കാനാൻ അഥവാ കോണേഡ് ബ്രാക്കറ്റ്സ്, അത് കാണാം, ഇങ്ങനെ കള്ളി സ്വഭാവത്തിലുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് അലാമത്ത് തർക്കീമുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത്രയും ഫാസ്റ്റായിട്ട് വേഗത്തിൽ പറഞ്ഞു തീർക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, പരീക്ഷ അടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് 1-2 വീഡിയോസ് കൂടി നമുക്ക് ഈ സംബന്ധമായി ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഷോർട്ടായി ബ്രീഫായി പറഞ്ഞു പോകുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. അടുത്ത വീഡിയോസിന് വേണ്ടി കാത്തിരിക്കാം. അസ്സലാമു അലൈക്കും.